ഹലോ, ഇന്നിപ്പോ എവിടെയാന്നല്ലേ? വടകര ടൗൺ ഹാളില് ഒക്ടോബർ 3, 4, 5 തീയതികളില് ഒരു മെഡിക്കൽ എക്സ്പോ നടന്ന കാര്യം പലരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കുറെ ആൾക്കാര് നിങ്ങൾ പോയിട്ടുണ്ടാവും, പക്ഷെ ചിലരൊക്കെ ഇത് ഒഴിവാക്കി വിട്ടവരും ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ സൗജന്യമായിട്ട് നമുക്ക് മെഡിക്കൽ എക്സ്പോകളും എക്സിബിഷൻസ് ഒക്കെ കാണുമ്പോൾ അല്ലെ കിട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് മിസ്സാക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. കാരണം ഇന്നത്തെ സാഹചര്യത്തില്, ഇന്നത്തെ ജീവിത ചുറ്റുപാടില് നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ കുറിച്ചിട്ടും അത് എങ്ങനെയൊക്കെ നമുക്ക് തടയാം, ഏതൊക്കെ രീതിയിലുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ ഇത്തരം എക്സ്പോകൾ നമുക്ക് സഹായകരമാവും. അപ്പം ഇതുപോലുള്ള എക്സ്പോകളൊക്കെ നമ്മുടെ അടുത്തൊക്കെ നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് പോവാൻ ശ്രമിക്കാം. പുറത്തുനിന്ന് രജിസ്ട്രേഷന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഈ ഒരു ഉച്ചയ്ക്ക് നല്ല ക്യൂ തന്നെയാണ്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഇത് കാണാൻ ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അവർ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കണ്ടു. അപ്പം ഈ ആധുനിക കാലത്ത് നമ്മൾ എല്ലാവരും പല തരത്തിലുള്ള തിരക്കിലുകളാണ്. അപ്പോൾ നമുക്ക് ഒന്നിനും സമയമില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം പോലും നമുക്ക് സംരക്ഷിക്കാൻ സമയമില്ലാതായിരിക്കുന്നു. എല്ലാവരും എന്തിന്റെയൊക്കെയോ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ദിവസവും 1 മണിക്കൂറെങ്കിലും നമ്മൾ നമുക്കായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കാം. നമ്മുടെ ആരോഗ്യത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ കറക്റ്റ് വിശ്രമിക്കുന്നുണ്ടോ? നമ്മൾ കറക്റ്റ് വ്യായാമം ചെയ്യുന്നുണ്ടോ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ ഇത്തരം എക്സ്പോകൾ സഹായകരമാകും. അപ്പം വ്യായാമങ്ങൾ ഒന്നുമില്ലാത്ത ജീവിതം, നമ്മുടെ ജീവിത ശൈലിയിലും പരമ്പരാഗത ഭക്ഷണ രീതികളിലും വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ പല രോഗങ്ങളായിട്ടും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ പ്രധാനമായിട്ടും അവരെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് വൃക്കയ്ക്ക് വരുന്ന അസുഖങ്ങളും എങ്ങനെയൊക്കെ നമുക്കതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും, എങ്ങനെയൊക്കെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ അറിവാണ് നമുക്ക് അവർ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടെ തന്നെ ജീവിതശൈലി രോഗങ്ങളും അതേപോലെ ഇന്ന് നമ്മൾ ഭയപ്പെടുന്ന എല്ലാ അസുഖങ്ങളെ കുറിച്ചിട്ടും വ്യക്തമായ ഒരു ധാരണ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. വൃക്ക ഒരു അത്ഭുതം തന്നെയാണ്. ഹൃദയവും ശ്വാസകോശവും കരളും പോലെ ഒരു വ്യക്തിയുടെ സുഖകരമായ ജീവിതത്തിന് ആരോഗ്യമുള്ള വൃക്കകളും ആവശ്യമാണ്. ശ്വാസകോശത്തിന് താഴെ നട്ടലിന് ഇരുവശത്തുമായാണ് വൃക്കകളുടെ സ്ഥാനം. ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളുകയും രക്തത്തെ ശുദ്ധീകരിക്കുകയുമാണ് ഈ വൃക്കകളുടെ പ്രധാന പ്രവർത്തനം. അത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിന് ഏതൊക്കെ രീതിയിലാണ് വൃക്കകൾ നമ്മളെ സഹായിക്കുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മൾ ഇപ്പം പറഞ്ഞു തന്നെ, രക്തത്തിലൂടെ മാലിന്യങ്ങളെ അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ നീക്കം ചെയ്യുന്നു. അതേപോലെ ശരീരത്തിലെ ജലാംശം ക്രമീകരിക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിലനിർത്തുന്നു, രക്തത്തിലെ ലവണങ്ങളുടെ അളവിനെ, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം തുടങ്ങിയ ലവണങ്ങളുടെ അളവിനെ ക്രമമായിട്ട് നിലനിർത്തുന്നു, വിവിധ തരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതായത് നമ്മുടെ വൃക്കകൾ തകരാറിലാകുമ്പോൾ ഈ വൃക്കകൾക്ക് മാത്രമല്ല, അതുവഴി നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. അത് വലിയൊരു അപകടം തന്നെയാണ് നമുക്ക് വരാനിരിക്കുന്നത്. വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ മുകളിൽ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ നടക്കാതെ വരും. അപ്പൊ നമുക്കത് വലിയൊരു പ്രത്യാഘാതം തന്നെ അത് സൃഷ്ടിക്കും. ഇനി ഈ വൃക്കകള് തകരാറിലാകുമ്പോൾ വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുന്നത് ഒരു 50% വൃക്കകൾ തകരാറിലായതിനു ശേഷം മാത്രമേ നമ്മൾ അതെന്ത് ചെയ്യുള്ളൂ? തിരിച്ചറിയാനും നമുക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലുള്ള രോഗലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങണേ തന്നെ വൃക്ക ഒരു 50% നശിച്ചു കഴിയണം. അതിനുശേഷം മാത്രമേ അതിന്റെ ലക്ഷണങ്ങൾ വരുള്ളൂ. ആ ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ വലിയ ലക്ഷണങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ വൃക്കകൾ ഏകദേശം എന്തായിട്ടുണ്ടാവും? നശിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഈ വൃക്ക മാറ്റിവെക്കൽ, അതേപോലെ തന്നെ ഡയാലിസിസ് തുടങ്ങിയ ആധുനിക ചികിത്സാ സംവിധാനങ്ങളാണ്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ പൈസ ചെലവുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ വൃക്കകൾ ആരോഗ്യമുള്ളതാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി വൃക്കകൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് തകരാറിലാവും എന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഇവിടെ കണ്ടോ, കുറച്ച് ഫുഡ് കണ്ടോ? ഇത് നമ്മൾ ഒരു ഷുഗർ ഉള്ള ആള് ഏതൊക്കെ ഫുഡുകൾ കഴിക്കണം, ഏതൊക്കെ രീതിയിലാണ് ഫുഡുകൾ കഴിക്കേണ്ടത് എന്ന് ഇവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഈ ഷുഗറും അതേപോലെ തന്നെ ഈ വൃക്കയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ വൃക്കകൾ തകരാറിലാവാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ
പ്രമേഹമാണ്. അപ്പൊ നമ്മൾ പലരും ചെറിയ രീതിയിൽ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അത് തള്ളിക്കളയാതെ അത് വലിയ ആപത്തിലേക്ക് പോകുന്നതിന് മുന്നേ കറക്റ്റ് ചികിത്സ എടുത്ത് അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്, അല്ലെങ്കിൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ അനിയന്ത്രിതമായിട്ട് വരുന്ന ബ്ലഡ് പ്രഷർ, BP-യും ഇതിനൊരു കാരണമാണ്, വൃക്കകൾ തകരാറിലാവാൻ ഒരു കാരണമാണ്. അതേപോലെ തന്നെ വൃക്കയിലെ കല്ലുകൾ ഈ വൃക്കകൾക്ക് തകരാറ് വരാൻ കാരണമാണ്. പിന്നെ ജനിതകമായുള്ള പ്രശ്നങ്ങൾ. കിഡ്നീൻ്റെ ഫംഗ്ഷനായ ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഫിൽട്രേഷനും മിമിക് ചെയ്തിട്ട് ആ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് പേഷ്യൻ്റെ ബോഡിയിലെ ബ്ലഡ് എടുത്തിട്ട് മെഷീനിലൂടെ പാസ് ചെയ്ത് ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്ററിലൂടെ അത് ക്ലീൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് പേഷ്യൻ്റെ ബോഡിയിലേക്ക് കയറ്റുന്നതാണ് സിമ്പിളായിട്ട് പറഞ്ഞ ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഈ ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് 4 മണിക്കൂറാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 4 മണിക്കൂർ കൊണ്ട് ഈ പേഷ്യൻ്റെ ബോഡിയിലുള്ള മൊത്തം ബ്ലഡും നമ്മൾ പ്യൂരിഫൈ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞ ഡയാലിസിസ്. ഓക്കെ, മനസ്സിലായോ? എൻ്റെ ഡയാലിസിനെ പറ്റി എന്തെങ്കിലും അറിയാനോ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാൻ പറഞ്ഞു. ഇത് വയറിൽ ചെയ്യുന്ന ഡയാലിസാണ് പെരിറ്റോണിക് ഡയാലിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഹീമോ ഡയാലിസ് ആണ്. അത് മെഷീൻ്റെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആഴ്ച 3 ദിവസം ചെയ്താണ്. ഇതാകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന രോഗിക്ക് ചെയ്യാൻ പറ്റുന്ന ഡയാലിസാണ്. ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഹോസ്പിറ്റൽ സർജറി അഡ്മിറ്റായിട്ട് സർജറി ഏത് പെരിറ്റോണിലേക്ക് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. പിക്ചറിൽ കൊടുത്ത പോലെ നമ്മുടെ വയറിൻ്റെ പുറത്ത് പെരിറ്റോണിക് ക്യാവിറ്റി ഉണ്ട്, ആമാശയത്തിൻ്റെ അവിടേക്ക് ഇൻസേർട്ട് ചെയ്യും. ഈ ട്യൂബ് പുറത്തുണ്ടാവും. പേഷ്യൻ്റെ കൂടെ എപ്പോഴും ഈ ട്യൂബ് ഉണ്ടാവും. ഇതൊന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കണം, ഒരു പൗച്ചിൽ സൂക്ഷിക്കണം. ഇല്ല, കാരണം അണുബാധ വരാൻ കൂടുതൽ ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ സാധ്യതകളാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ട്യൂബ് പുറത്തുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള അവയവത ആമാശയം. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരുന്നത് എന്തുകൊണ്ടാണ് വയറിലാണ് നമുക്ക് അവസ്ഥ വരിക. ഇപ്പോൾ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വൃത്തി ചെയ്തില്ലെങ്കിൽ അണുബാധ വരാൻ സാധ്യത. നമുക്ക് എപ്പോഴാണോ ഡയൽസ് ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യും, ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഡയൽസിന് ഉപയോഗിക്കുന്ന TD ഫ്ലൂയിഡ്. ഇതാണ് മെഡിസിനാണ്. നമ്മൾ ഇതിൻ്റെ അറ്റം ക്യാപ്പ് ഉണ്ടാവും, ഇത് 2 ഓപ്പൺ ചെയ്യും, അറ്റാച്ച് ചെയ്യും. ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ച് അതിന് ഗ്രാവിറ്റി കാരണം ഈ മെഡിസിൻ. പിന്നെ അവിടെ ഒരു ഒറിജിനൽ ഹ്യൂമൻ ബോഡി ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ മടിച്ചപ്പോൾ അവർ പറഞ്ഞു വീഡിയോ ഫോട്ടോ ഒക്കെ അലോഡ് ആണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളെ കാണിക്കാൻ എത്രത്തോളം അത് ശരിയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് വരുന്ന ഈ ജീവിതശൈലി രോഗങ്ങളുണ്ട്, അതായത് പൊണ്ണത്തടി പോലുള്ള അസുഖങ്ങൾ വരുന്നില്ലേ, അതിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ പറഞ്ഞാൽ അത് നോർമൽ ആണോ എന്നൊക്കെ അവരവിടുന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കണം എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊരു ധാരണ ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അതേപോലെ വളരെ മനോഹരമായിട്ട് ചെയ്തെടുത്ത ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ കുറേ ന്യൂസ് റിപ്പോർട്ടുകളാണ്, നമ്മുടെ പേപ്പറിൽ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുന്ന റിപ്പോർട്ടുകളാണത്. അതൊക്കെ അവർ കളക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ കാണിച്ചിരുന്നാണ്. അതിലൊക്കെ ഉള്ളത് എല്ലാ അതിക്രമങ്ങൾക്കും ഇതിലുള്ള എല്ലാവരുടെയും പിന്നിൽ ഒരേ ഒരാളേ ഉള്ളൂ, ഒരേ ഒരു കൊലപാതകയേ ഉള്ളൂ, ഒരേ ഒരു അക്രമകാരിയേ ഉള്ളൂ, അത് നമ്മുടെ ലഹരിയാണ്. അപ്പൊ ഈ അക്രമങ്ങൾക്കൊക്കെ പിന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കളാണ് എന്നവർ വ്യക്തമായിട്ട് ഈ ഒരു രീതിയിൽ അവർ നമുക്ക് കാണിച്ചു തരാണ്. എനിക്ക് വളരെ ഇഷ്ടമായ ഒരു കാര്യം. ഇനി ക്യാൻസറിനെ നമുക്ക് വരാനുള്ള ക്യാൻസറുകളെ കുറിച്ചിട്ട് ഏതൊക്കെ അവയവത്തിന് ക്യാൻസർ വരാം, അത് അവയവത്തിന് ക്യാൻസർ വന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ അവർ കറക്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനുള്ള അറിവുകളും അവിടുന്ന് നമുക്ക് കിട്ടും. അതേപോലെ നമുക്ക് ഈ സഖി എന്ന് പറഞ്ഞിട്ട് സ്തനാർബുദത്തിനെ പറ്റിയിട്ടും അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ രീതിയിൽ പരിശോധിക്കാം. അപ്പോൾ ഇന്ന് കൂടി വരുന്ന സ്ത്രീകൾക്ക് ഏറ്റവും കൂടി വരുന്ന ഒരു അർബുദം തന്നെയാണ് സ്തനാർബുദം. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അവിടെ നമുക്ക് കിട്ടാൻ കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദമായിട്ട് നിങ്ങളോട് പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല, കാരണം നമ്മുടെ വലിയ ഒരു വീഡിയോ ആയിട്ട് മാറിപ്പോകും. അപ്പം ഇത് പോയവർക്ക് ഇതൊരിക്കലും ഒരു നഷ്ടമല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള എക്സ്പോകളൊക്കെ വരുമ്പോൾ ഒരു കാരണവശാലും പോവാതെ മടിച്ചിരിക്കരുത്, പോകണം, അറിവുകൾ സ്വീകരിക്കണം. അപ്പൊ കൂടാതെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, തണൽ അല്ലെ. തണൽ എന്നുള്ള പേര് ഇന്ന് പണ്ട് അധികം ആളുകളിലേക്ക് എത്തിയില്ലെങ്കിലും ഇന്ന് ഓരോ ആൾക്കാർക്കും അറിയാം, ഓരോ മലയാളികൾക്കെന്നല്ല എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് തണൽ. അപ്പൊ തണലിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ എത്ര തന്നെ പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ എത്രയോ ആളുകൾക്ക് ഡയാലിസിസ് അവിടെ തണലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലത്തെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ഭിന്നശേഷിക്കാരായ മക്കളെ കുറിച്ച് തന്നെയാണ്. കാരണം
മുമ്പ് ഇതുപോലുള്ള സ്പെഷ്യൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ പകച്ചു നിന്നിരുന്ന രക്ഷിതാക്കൾക്ക് മുമ്പിൽ വലിയ ഒരു തണൽ തന്നെയാണ് തണൽ എന്ന സ്ഥാപനം. ഇവിടെയും ഒരുപാട് തണലിലെ കുട്ടികളെ കണ്ടു. വൈറ്റ് ടീഷർട്ട് ഇട്ട്, തണലിന്റെ പേരോട് കൂടിയ വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് വോളണ്ടിയർമാരായിട്ട് ഒരുപാട് തണലിലെ കുട്ടികളെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം വീടിന്റെ ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയേക്കാവുന്ന ഇത്തരം സ്പെഷ്യൽ കുട്ടികളെ ഇതുപോലെ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ തണൽ വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. നമുക്ക് ഈ വൃക്ക രോഗങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം. സൈലന്റ് കില്ലർ എന്നാണ് വൃക്ക രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. കാരണം ഈ വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല്, മുഖത്തും കാലിനും നീര് വരിക, കൂടിയ രക്തസമ്മർദ്ദം, മൂത്രസംബന്ധമായ ലക്ഷണങ്ങൾ, അതായത് മൂത്രത്തിൽ പത, നുര, മൂത്രത്തിലൂടെ രക്തം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പിന്നെ വേദന, കടച്ചിൽ, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കല് തുടങ്ങിയ ലക്ഷണങ്ങൾ, കൂടാതെ കിതപ്പ്, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി തുടങ്ങിയ ചെറിയ ചെറിയ ലക്ഷണങ്ങള്. അപ്പൊ ഇതൊന്നും പലരും നമ്മള് തിരിച്ചറിയാറില്ല, തിരിച്ചറിയാതെ പോകുന്ന ലക്ഷണങ്ങളാണ്. എങ്ങനെയൊക്കെ വൃക്കാരോഗങ്ങളെ നമുക്ക് തടയാമെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രമേഹം നിയന്ത്രിക്കുക, BP നിയന്ത്രിക്കുക, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക, അമിതവണ്ണം കുറയ്ക്കുക, വേദന സംഹാരികൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രിക്കുക, അതേപോലെ തന്നെ വ്യായാമം പതിവാക്കുക, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാം. അവസാനമായിട്ട് ഇതുപോലൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ സ്ക്രീനിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ള ലാബ് സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, കാരണം എനിക്ക് സമയപരിമിതി ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ നിന്ന് ഇറങ്ങി. ഈ ദൃശ്യം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അറിവിന്റെയും തിരിച്ചറിവിന്റെയും വെളിച്ചത്തിലേക്ക് നാം എത്രമാത്രം നടന്നു കയറി എന്ന ചോദ്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. അപ്പൊ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഇതൊക്കെ ഒരു വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.